ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മ്യൂച്വൽ ഫണ്ടിൻ്റെ വീഡിയോ വേണമെന്ന് ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൻ്റെ തന്നെ ചെയ്ത് കളയാം. ഒരു കിഡിലെ മ്യൂച്വൽ ഫണ്ട് NFI ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഞാൻ വളരെ ഓടിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞു വിടാം. അത് മനസ്സിലാക്കിയിരിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്നറിയോ? അതുകൊണ്ട് ഗുണമുണ്ട്. നിങ്ങളുടെ റിട്ടേൺ കൂട്ടാനായിട്ട് സാധിക്കും. മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ റിട്ടേൺ കൂടും. നമ്മൾ പോലും അറിയാതെ നമ്മൾ അധോലോകമായി മാറിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നില്ലേ, അത് തന്നെ. അതുപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സ്, ഇതൊരു ഇൻഡെക്സ് ഫണ്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന പർട്ടിക്കുലർ ഫണ്ട് തന്നെ വേണമെന്നില്ല, മറ്റ് ഫണ്ടുകളായാലും മതി. ഈ ഒരു ഇൻഡെക്സ് ബേസ് ചെയ്തിട്ട് ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് പല ഫണ്ടുകളും ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് ആളുകൾക്ക്. കാരണം നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഏജ്, റിസ്ക് റിവാർഡ്, മാർക്കറ്റിൻ്റെ കണ്ടീഷൻ, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പീരീഡ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഫണ്ടിൻ്റെ പിയേഴ്സ്, അതായത് അതേ കാറ്റഗറിയിൽ വരുന്ന മറ്റ് ഫണ്ട് HDFCയുടെ ആണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. മറ്റ് കമ്പനികളുടെ ഉണ്ട്. എന്നാൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ വലിയ ഒരു നേട്ടം ഉണ്ടാവും. നിങ്ങൾ മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ കണ്ടിന്യൂ ചെയ്തോളൂ. അതിൻ്റെ കൂടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പരിഗണിച്ചാൽ മതി. അല്ലാതെ ഇത് തന്നെ പരിഗണിക്കണം എന്നില്ല കേട്ടോ. മറ്റ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, അത് കണ്ടിന്യൂ ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. ഈ മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഈ പറയുന്ന പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഏതാണ് ഇൻഡെക്സ് എന്ന് നോക്കാം. നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ഇൻഡെക്സാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു NFO ബജാജ് ഫിൻസർവിൻ്റെ ഇന്ന് അവൈലബിൾ ആണ്. ഇന്നെന്ന് പറഞ്ഞാൽ ഈ വരുന്ന 5 ദിവസം വരെ അത് അവൈലബിൾ ആണ്. നമ്മുടെ കസ്റ്റമർക്കൊക്കെ ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരെ പോയിട്ട് മെയിലിൽ നോക്കണം. നിങ്ങൾക്ക് അസറ്റ് പ്ലസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു അസറ്റ് പ്ലസ് ടീം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടാവും. ബജാജ് ഫിൻസെയർ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട്. ഇവിടെ നിങ്ങളുടെ പേര് കാണും. ഇവിടെ എൻ്റെ പേരാണ്. ഇത് എനിക്ക് വന്ന മെയിലാണ്. ഞാൻ തന്നെ അയച്ചതാണ്. അതെനിക്ക് തന്നെ വന്നിട്ടുണ്ട്. ഞാനും അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം ഫണ്ടിൻ്റെ പേര്, പിന്നീട് അത് ഇൻഡെക്സ് ഫണ്ടാണ് എന്നുള്ള കാറ്റഗറി, എന്നാണ് ക്ലോസ് ചെയ്യുന്നത്. മെയ് 6 ക്ലോസ് ചെയ്യും. അപ്പോൾ മെയ് 6 വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. ഇന്ന് മെയ് 2. NAV അതായത് എത്ര രൂപയ്ക്കാണ് അവൈലബിൾ ആകുന്നത്? 10 രൂപയ്ക്കാണ് അവൈലബിൾ ആകുന്നത്. 10 രൂപയ്ക്ക് എത്ര കമ്പനിയാണിത്? 50 കമ്പനിയാണ്. അപ്പോൾ താഴെ ഒരു കമൻറ്റ് കാണും. ഇത് ഞാൻ തന്നെ എഴുതിയതാണ്. ഇതെല്ലാവർക്കും ഈ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടാകും. ബ്ലൂ ചിപ്പ് കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് ഇവിടെ കാണാം. നിഫ്റ്റി 50 കഴിഞ്ഞതിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്തവർക്ക് ഈ മെയിൽ വന്നേക്കുന്നുണ്ട്. കാരണം അവിടെ നിന്നാണ് നമുക്ക് ഈ മെയിൽ അയക്കാനുള്ള ഫെസിലിറ്റി ഉള്ളത്. അപ്പോൾ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുത്തോളൂ. കറക്റ്റ് സമയങ്ങളിൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും. ഒരുപാട് NFOകൾ അവൈലബിൾ ആണ്. അതിൽ നിന്ന് ഒരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണം. അപ്പോൾ ഒരുപാട് NFOയിലൊന്നും നമ്മൾ പോയി എല്ലാത്തിലും പോയി ഇൻവെസ്റ്റ് ചെയ്യുമൊന്നും വേണ്ട. അതിൽ ഞാൻ സ്റ്റഡി ചെയ്തിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട NFOകൾ നിങ്ങൾക്ക് ഇതേപോലെ മെയിൽ വരും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, ക്ലിക്ക് ഹിയർ ടു ഇൻവെസ്റ്റ് ഇൻ ദ NFO. അപ്പോൾ അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കാത്തവർ ഇനിയെങ്കിലും അക്കൗണ്ട് എടുക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമൻറ്റായിട്ട് പിന്നും ചെയ്തിട്ടുണ്ട്. പല രീതിയിൽ ഇതേപോലെ ഇമെയിൽ വഴിയൊക്കെ എനിക്ക് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു സംഭവം ഒരാൾ ചോദിച്ചത്, നമ്മുടെ ഈ അസറ്റ് പ്ലസ് അക്കൗണ്ട് പൂട്ടിപ്പോയി, അപ്പോൾ നമ്മുടെ സമ്പാദ്യം എല്ലാം നഷ്ടപ്പെടുമോ എന്നാണ് ഒരാൾ ചോദിച്ചേക്കുന്നത്. ജസ്റ്റ് അതിൻ്റെ ആൻസർ പറഞ്ഞ് മുന്നോട്ട് പോവാം. ഒരിക്കലും നിങ്ങളുടെ ഒരു സമ്പാദ്യം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത, അസറ്റ് പ്ലസ് ത്രൂ ഇൻവെസ്റ്റ് ചെയ്ത സമ്പാദ്യങ്ങൾ നഷ്ടപ്പെടില്ല. കാരണം മ്യൂച്വൽ ഫണ്ട് സെൻട്രൽ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമുണ്ട്. അവിടെ എല്ലാ ഫണ്ടുകളും അവൈലബിൾ ആണ്. അവിടെ നമുക്ക് എന്ത് ഓപ്പറേഷൻസും ചെയ്യാം. അതൊരു വഴി. 2, മ്യൂച്വൽ ഫണ്ട് ഹൗസുകളുണ്ടല്ലോ, ഫണ്ട് ഹൗസുകൾ 44 ഫണ്ട് ഹൗസുകളുണ്ട്. ഇവിടെയൊക്കെ നിങ്ങളുടെ ഫണ്ട് അവൈലബിൾ ആണ്. അതായത് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന ഡേറ്റ അവിടെയൊക്കെ അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മുടെ ഫണ്ട് നഷ്ടപ്പെടില്ല. ഇനി വേറെ ഒരു സംഭവം, നമുക്ക് ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ മെയിൽ വരും. ഇത് കണ്ടോ, ആക്സിസ് മ്യൂച്വൽ ഫണ്ട് കൺഫർമേഷൻ ഓഫ് യുവർ SIP ട്രാൻസാക്ഷൻ. നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട്, യുവർ നിപ്പോൺ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് SIP ട്രാൻസാക്ഷൻ കൺഫർമേഷൻ ഫോളിയോ നമ്പർ, എല്ലാ ഡീറ്റെയിലും ഇവിടെ അവൈലബിൾ ആണ്. അതായത് നിങ്ങൾ ഈ ഇൻവെസ്റ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ടിൻ്റെ, ഇപ്പോൾ ഇവിടെ DSP മ്യൂച്വൽ ഫണ്ട്, ഇപ്പോൾ ഞാനിത് വാങ്ങിയേക്കുന്നതാണ്. പർച്ചേസ് പ്രോസസ്ഡ്, ആ ഫോളിയോ നമ്പർ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ പറ്റും. അസറ്റ് പ്ലസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഇല്ലാതായാൽ പോലും നമ്മുടെ മ്യൂച്വൽ ഫണ്ട് നമുക്ക് വിൽക്കാനും അതിൻ്റെ പൈസ നമുക്ക് ബാങ്കിലേക്ക് കൊണ്ടുവരാനും സാധിക്കും. അപ്പോൾ അത് പേടിക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നതേ ഉള്ളൂ. നമുക്ക് വീണ്ടും ഈ നെക്സ്റ്റ് 50ലേക്ക് പോവാം. അതുപോലെ ഇന്നത്തെ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ലൈവായിട്ട് കാണിക്കുന്നുണ്ട്. മൊബൈലിൽ ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത്.
ഒന്നാമത്തെ പോയിൻ്റ്, നിഫ്റ്റി 50നെ നെക്സ്റ്റ് 50 ബീറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും റിട്ടേൺ കിട്ടുന്നത്. അതായത് നിഫ്റ്റി 50നെ കഴിഞ്ഞും കൂടുതൽ റിട്ടേൺ നമുക്ക് നെക്സ്റ്റ് 50ൽ കിട്ടുന്നുണ്ട്. ഇവിടെ രണ്ടുപേർ ഓടുന്ന കണ്ടില്ലേ. നെക്സ്റ്റ് 50 നല്ല കൂളായിട്ട് നിൽക്കുന്നു, നിഫ്റ്റി 50 ക്ഷീണിച്ച് നിൽക്കുന്നു. കുറേ ഓടിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ. സ്മാർട്ടായിട്ട് നിൽക്കുന്ന ആരാണ്? നെക്സ്റ്റ് 50 ആണ്. അപ്പോൾ നെക്സ്റ്റ് 50 ഈസ് സ്മാർട്ടർ ദാൻ നിഫ്റ്റി 50 എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ട്, അത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. രണ്ട് ലാർജ് ക്യാപ്പ് ഇൻവെസ്റ്റ്മെൻറ്റുകളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളാണ് നിഫ്റ്റി 50ൽ വരുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വലിയ 50 കമ്പനികളാണ് നെക്സ്റ്റ് 50ൽ വരുന്നത്. ഇപ്പോൾ ഇവിടെ ICICI പ്രുഡൻഷ്യലിൻ്റെ നിഫ്റ്റി 50യുടെ അസറ്റ് വർത്ത് 12,600 കോടിയാണെന്ന് കാണാം. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സിൻ്റെ വർത്ത് എന്ന് പറയുന്നത് ICICIയുടെ തന്നെ കേട്ടോ 6,700 കോടിയാണെന്ന് കാണാം. അപ്പോൾ ഒരു AMC കമ്പനി അവർ 2 ഫണ്ടുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, നിഫ്റ്റി 50യും നെക്സ്റ്റ് 50. രണ്ടും ഇൻഡെക്സ് ഫണ്ടുകളാണ്, 2 ബ്ലൂ ചിപ്പ് ഫണ്ടുകളാണ്. അതിൽ ഒന്നാമത്തെ നിഫ്റ്റി 50 ഇന്ത്യയിലെ ഏറ്റവും വലിയ 50 കമ്പനികൾ, അതിൻ്റെ നെറ്റ് വർത്ത് 12,600 കോടിയും നെക്സ്റ്റ് 50 അടുത്തുള്ള 50 കമ്പനികൾ അതിൻ്റെ നെറ്റ് വർത്ത് 6,700 കോടിയെ, ഓൾമോസ്റ്റ് പകുതി. അപ്പോൾ അതിൻ്റെ പകുതിയാണ്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺ തരുന്നത് ഏതാണ്? നെക്സ്റ്റ് 50. അതായത് ഈ വർത്ത് കുറഞ്ഞിട്ടുള്ള, നെറ്റ് വർത്ത് കുറഞ്ഞു, ഇത് കുറഞ്ഞു എന്ന് കരുതി വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് കുറഞ്ഞു എന്ന് കരുതി അവനെ മോശക്കാരനായി കാണണ്ട. അപ്പോൾ ഈ കുറഞ്ഞിട്ടുള്ള ഈ ഇൻഡെക്സാണ് ഈ കൂടി ആ നെറ്റ് വർത്തുള്ള ഇൻഡെക്സിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ നമുക്ക് തരുന്നത്. ഇതിപ്പോൾ ഒരു കമ്പനിയുടെ 2 മ്യൂച്വൽ ഫണ്ടുകൾ എടുത്ത് നമ്മൾ കമ്പയർ ചെയ്താണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മെജോറിറ്റി ആൾക്കാർക്കും ഈ നിഫ്റ്റി 50 അല്ലെങ്കിൽ നെക്സ്റ്റ് 50 ഇവിടെ വ്യത്യാസം അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഒരു നല്ല ഇൻഡെക്സ് അല്ലേ. ഇനി ഇതിലും റിസ്കി ആയിട്ടുള്ള ഇൻഡെക്സുകളുണ്ട്, അതിൻ്റെ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. അതിൽ മ്യൂച്വൽ ഫണ്ടും ഉണ്ട്. ഹൈ റിസ്കി, ഹെവി ഡേഞ്ചർ. ഹൈ റിസ്ക്കിയാണ്, ഹൈ റിവാർഡാണ്. എനിക്ക് അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകൾ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പരീക്ഷണാടിസ്ഥാനത്ത് പലതും ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ചില സമയത്ത് ഭയങ്കര ലോസിലേക്ക് പോവും, ചില സമയത്ത് ഭയങ്കര പ്രോഫിറ്റിലേക്ക് പോവും. അതായത് ഹൈലി വോളറ്റൈലാണ്. അപ്പോൾ അത്രയും വോളറ്റാലിറ്റി ഈ നിഫ്റ്റി നെക്സ്റ്റ് 50ക്കില്ല. എന്നാൽ നിഫ്റ്റി 50യുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് 50യുടെ റിട്ടേൺ കൂടുതലാണ്. വോളറ്റാലിറ്റിയും കൂടുതലാണ്, റിസ്ക്കും കൂടുതലാണ്, റിട്ടേണും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവനെ ഹാൻഡിൽ വിത്ത് കെയർ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം. നമ്മൾ വീണ്ടും ഈ ആർട്ടിക്കിളിലേക്ക് തിരിച്ചു വരികയാണ്. ഇത് വാല്യൂ റിസർച്ചിൻ്റെ ആർട്ടിക്കിളാണ് കേട്ടോ. ഈ ആർട്ടിക്കിളിൽ പറയുന്ന ഒരു പ്രധാന പോയിൻ്റ്, ഇവയുടെ പെർഫോമൻസ് കമ്പയർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. നിഫ്റ്റി നെക്സ്റ്റ് 50 ഔട്ട് പെർഫോംഡ് നിഫ്റ്റി 50 2/3 ഓഫ് ദ ടൈംസ്. അതായത് 2 പ്രാവശ്യവും നിഫ്റ്റി നെക്സ്റ്റ് 50 ആണ് നിഫ്റ്റി 50ൻ്റെ മുകളിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യം മാത്രമാണ് നിഫ്റ്റി 50യുടെ താഴെ പെർഫോമൻസ് ചെയ്തിട്ടുള്ളത്. 3 ഇതായിട്ട് എടുത്തു കഴിഞ്ഞാൽ കേട്ടോ, 2 പ്രാവശ്യവും നിഫ്റ്റി 50യുടെ മുകളിലാണ് നെക്സ്റ്റ് 50 പെർഫോം ചെയ്തിട്ടുള്ളത്. ഒരു പ്രാവശ്യമാണ് അതിൻ്റെ താഴെ പെർഫോം ചെയ്തിട്ടുള്ളത്. പേഴ്സൻറ്റേജ് വൈസ് വെച്ച് നോക്കിയാൽ 66.9% ടൈമും നെക്സ്റ്റ് 50 ആണ് കൂടുതൽ പെർഫോമൻസ് തന്നിട്ടുള്ളത്, കൂടുതൽ റിട്ടേൺ തന്നിട്ടുള്ളത്. ഇത് അതിൻ്റെ പേഴ്സൻറ്റേജും കണക്കുകളുമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നേരെ ആ ഫണ്ടിലേക്ക് പോവാം. ദ നിഫ്റ്റി നെക്സ്റ്റ് 50 ഹാസ് ബീൻ മോർ വോളറ്റൈൽ. മനസ്സിലായില്ലേ? ഭയങ്കര വോളറ്റൈലാണ് നെക്സ്റ്റ് 50 നിഫ്റ്റി 50നെ അപേക്ഷിച്ച്. അപ്പോൾ ആളുകൾ പാനിക് ആകാനുള്ള സാധ്യതയുണ്ട്. നിഫ്റ്റി 50 ചിലപ്പോൾ 10% ഇടിയുമ്പോൾ നെക്സ്റ്റ് 50 ചിലപ്പോൾ 15% ഇടിഞ്ഞേക്കാം. അങ്ങനെ ഒരു പ്രശ്നം ഇതിലുണ്ട്. നിഫ്റ്റി 50 10% കയറുമ്പോൾ നെക്സ്റ്റ് 50 15% കയറിയേക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതനുസരിച്ചിട്ടുള്ള പൈസയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ കേപ്പബിൾ ആയിരിക്കണം നമ്മൾ. നമുക്ക് ഓരോ ക്രൈറ്റീരിയ, ഞാനിപ്പോൾ ഏത് മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ പോലും നിഫ്റ്റി 50 വെച്ചിട്ട് ഒരു ക്രൈറ്റീരിയ, ഓരോ 1000 പോയിൻറ്റ് നിഫ്റ്റി 50 താഴേക്ക് പോകുമ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക എന്നുള്ള ഒരു ക്രൈറ്റീരിയ ഞാൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വളരെ സക്സസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അതേ ക്രൈറ്റീരിയ ഇതിലും വെക്കുക. നിഫ്റ്റി 50 1000 പോയിൻ്റ് ഇടിയുമ്പോൾ നെക്സ്റ്റ് 50 അതിൽ കൂടുതൽ ഇടിയും, അല്ലെ ആ പേഴ്സൻറ്റേജ് വെച്ച് നോക്കിയാൽ നെക്സ്റ്റ് 50 അതിൽ കൂടുതൽ ഡൗൺ ഉണ്ടാവും. ആ സമയത്ത് ആവറേജ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റ് പിയേഴ്സ് കമ്പനികളുണ്ട്. എത്ര ഫണ്ടുകളുണ്ട് എന്നുള്ളത് ഞാൻ നോക്കിയിട്ടില്ല, എന്നാലും പിയേഴ്സ് ഉണ്ട്. ആ പിയേഴ്സിൽ എന്ത് ചെയ്യുക? ഇൻവെസ്റ്റ് ചെയ്യുക. അത് മസ്റ്റാണ്. അങ്ങനെ ഈ മാർക്കറ്റ് ഇടിയുമ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തവർ, ഞാൻ പറയുന്നത് അവർക്ക് ഒരു മ്യൂച്വൽ ഫണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ പറ്റും, കുഴപ്പമൊന്നുമില്ല. റിട്ടേൺ കൂടുതൽ കിട്ടണമെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ
നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. എന്നാൽ മാത്രമാണ് നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുള്ളൂ. നോർമലി നമ്മളൊരു 12% റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്ത് അതിൽ കൂടുതൽ റിട്ടേൺ നമുക്ക് നേടണമെങ്കിൽ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പൈസയാണ് ഇതിലേക്ക് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. കാര്യം മനസ്സിലായില്ലേ? ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. ഈ 10 ലക്ഷം രൂപയും നിഫ്റ്റി നെക്സ്റ്റ് 50ലേക്ക് ഇൻവെസ്റ്റ് ചെയ്യരുത്. മറിച്ച് ഇതിലേക്ക് ഒരു 25,000 രൂപയോ 50,000 രൂപയോ ഇൻവെസ്റ്റ് ചെയ്യാം. താഴേക്ക് വന്നാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയുമാണ്, വില്ലിങ് ആണ്. കാരണം നിഫ്റ്റി 50നെ കഴിഞ്ഞ് കൂടുതൽ ഡൗൺ താഴേക്ക് വരുമ്പോൾ ഇത് പോകും. അപ്പോൾ നിഫ്റ്റി 50 വിറ്റിട്ട് പോലും നമുക്ക് താഴേക്ക് വരുമ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് മാർക്കറ്റ് കയറുമ്പോൾ നമുക്ക് റിട്ടേൺ കൂടുതൽ കിട്ടും. അങ്ങനെ വിറ്റ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ ഒരു കാൽക്കുലേഷൻ നമുക്ക് വേണം. ഇപ്പോൾ വലിയ ക്യാഷൊക്കെ ഉള്ളവർ, ഇപ്പോൾ ഒരാളുടെ കയ്യിൽ 25 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ട്. ഒറ്റയടിക്ക് നെക്സ്റ്റ് 50ലോ നിഫ്റ്റി 50ലോ ഇൻവെസ്റ്റ് ചെയ്യാവോ? പറ്റില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ലിക്വിഡ് ഫണ്ടുകളിൽ ഒരു 7 മുതൽ 10% വരെ റിട്ടേൺ കിട്ടുന്ന, അതായത് മാർക്കറ്റ് താഴേക്ക് പോയാലും വലിയ രീതിയിൽ താഴേക്ക് പോകാതെ ഏതാണ്ട് സ്റ്റേബിളായിട്ട് റിട്ടേൺ കിട്ടുന്ന ഫണ്ടിൽ ഈ പൈസ ഇട്ടതിന് ശേഷം STP വഴി, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ വഴി ഈ നെക്സ്റ്റ് 50ലോ മറ്റോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള വഴി. അപ്പോൾ നെക്സ്റ്റ് 50ൽ ഒരിക്കലും വലിയ എമൗണ്ട് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാനങ്ങനെയൊക്കെ ഇടാറുണ്ട്. പക്ഷേ മാർക്കറ്റ് താഴേക്ക് പോകുമ്പം അതിൻ്റെ ഇത് കിട്ടാറുമുണ്ട്. പിന്നെ നമുക്കത് വിഷയമില്ല. അതുകൊണ്ട് ഓക്കെ, അങ്ങനെയുള്ളവർക്കിടാം താഴേക്ക്. ഇപ്പോൾ ഡിഫൻസ് ഫണ്ട്, ഞാൻ ഡിഫൻസ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, വീഡിയോ ചെയ്തു, അത് 30% താഴേക്ക് പോയി. ഇപ്പോഴാണ് കയറി വരുന്നത്. ഇപ്പോൾ എത്രയാണ് 4% കണ്ടാണുള്ളൂ. പക്ഷേ അന്ന് ആ സമയത്ത് ഞാൻ ബൾക്ക് കൊണ്ടുപോയിട്ടത് സ്റ്റിൽ ലോസിലാണ്. അത് ഹൈലി റിസ്ക് ആണ് എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇട്ടത്. എനിക്കത് കുഴപ്പമില്ല. ഞാൻ അടുത്ത 10 വർഷത്തേക്കാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ വളരെ ഹൈ ലെവലിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഇത് താഴേക്ക് വരുമ്പോൾ, ഓരോ 10% താഴേക്ക് വരുമ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ എടുത്തിരുന്നെങ്കിലോ, അതല്ലേ നല്ലത്? അതായിരുന്നു നല്ലത്. നമുക്ക് ആവേശം കൂടി പോകുമ്പോൾ, ഇന്ത്യയാണ് നമ്മുടെ രാജ്യം, അങ്ങനെ ഉള്ള ആവേശം കൂടി പോകുമ്പോൾ ചെയ്യുന്ന അബദ്ധങ്ങളാണ്. ആ അബദ്ധം നിങ്ങൾ ചെയ്യരുത്. നെക്സ്റ്റ് 50ലും ചെയ്യരുത്. ഈ പറയുന്ന താഴെ ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. എന്നിട്ട് ഇത് ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ലോങ് റണ്ണിൽ മികച്ച റിട്ടേൺ സാധ്യതയുള്ളൊരു ഫണ്ടാണ് നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ഈ ഒരു ഫണ്ട്. നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു അതിൻ്റെ ഒരു റിട്ടേൺ. അത്യാവശ്യം നല്ല രീതിയിൽ റിട്ടേൺ കിട്ടുന്നുണ്ട്. ആ റിട്ടേണെ എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. 2005 മുതൽ 2025 വരെയുള്ള 20 വർഷത്തെ ഡേറ്റയാണ് നമ്മൾ ChatGPTയോട് ചോദിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 12.6% ആനുവലൈസ്ഡ് റിട്ടേൺ 20 വർഷത്തേക്ക്. ഹയസ്റ്റ് ആനുവൽ റിട്ടേൺ എപ്പോഴാണ് വന്നേക്കുന്നത്? 141%. 2003 വന്നേക്കുന്നത്. അന്ന് മാർക്കറ്റ് പറന്ന് കാണും. സെക്കൻഡ് ഹയസ്റ്റ് ആനുവൽ റിട്ടേൺ വന്നേക്കുന്നത് 2009 127.91%. ലോവസ്റ്റ് ആനുവൽ റിട്ടേൺ വന്നേക്കുന്നത് 63.52%. 2008 ആ ക്രാഷിൽ, ആ സമയത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ സൂപ്പർ ഓപ്ഷനായിരുന്നു അല്ലേ. സെക്കൻഡ് ലോവസ്റ്റ് റിട്ടേൺ വന്നേക്കുന്നത് 2001 46.49% നെഗറ്റീവ് റിട്ടേൺ ആണ്. 2001 മുതൽ 2022 വരെയുള്ള അപ്രോക്സിമേറ്റ്ലി ആനുവൽ റിട്ടേൺ എന്ന് പറയുന്നത് 23%. അപ്പോൾ നമുക്ക് ഒരു 25 വർഷത്തെ റിട്ടേൺ ഒന്ന് നോക്കാം. ഓരോ വർഷത്തെയും റിട്ടേൺ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. 2000 9% നെഗറ്റീവാണ്. 2001 6% നെഗറ്റീവാണ്. 2002 2.30% നെഗറ്റീവാണ്. 2003 നോക്ക് 65%. ആ നെഗറ്റീവ് എവിടെ കിടക്കുന്നു? ഈ നെഗറ്റീവിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്ക് എന്നാണ് 2003 എന്ന വർഷത്തിൽ ഭീകര പേഴ്സൻറ്റേജാണ് റിട്ടേൺ കിട്ടിയിരിക്കുന്നത്. പിന്നെ 2004 25% റിട്ടേൺ. 2005 43.50% റിട്ടേൺ. 2000 കൺസിസ്റ്റൻറ്റ് റിട്ടേൺ ആണ്. 2006 32.40% റിട്ടേൺ. 2007 ഭീകർ റിട്ടേൺ 54% റിട്ടേൺ. 2008 ആ വലിയ ക്രാഷ് വന്നു, പകുതിയോടെ ഇടിഞ്ഞു, 58% നെഗറ്റീവാണ്. 2009 അതായത് ആ ഇടിഞ്ഞതിന് ശേഷമുള്ള അടുത്ത വർഷം 94.60% റിട്ടേൺ. 2010 18.20% റിട്ടേൺ. ഇത് കലണ്ടർ ഇയർ ആയിരിക്കും കേട്ടോ, ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കില്ല. നേരത്തെ നമ്മൾ കണ്ടത് ഫിനാൻഷ്യൽ ഇയർ ആയിരിക്കും, അതായത് ഏപ്രിൽ ടു മാർച്ച് വരെയുള്ള റിട്ടേണും ഇത് ജനുവരി ടു ഡിസംബർ വരെയുള്ള റിട്ടേൺ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ആ റിട്ടേണിൽ ചില വർഷങ്ങളിലെ റിട്ടേണിൽ വ്യത്യാസം വരുന്നത്. കാരണം ഇന്ത്യ നോക്കുന്നത് ഏപ്രിൽ ടു മാർച്ചാണ്, നെക്സ്റ്റ് ഇയർ മാർച്ചാണ്. അങ്ങനെയാണ് നമ്മൾ നമ്മുടെ റിട്ടേണും കാര്യങ്ങളും Q1 Q2 Q3 അങ്ങനെയാണല്ലോ കണക്കൂട്ടുന്നത്, Q4.
അപ്പോൾ നേരത്തെ കണ്ടത് ആ വാല്യൂ ആയിരിക്കും. ഇപ്പോൾ കാണുന്നത് ജനുവരി ടു ഡിസംബർ വരെയുള്ള, അതായത് സാധാരണ കലണ്ടർ ഇയറിലെ ആ റിട്ടേൺ. ഇനിയിപ്പോൾ 2011 റിട്ടേൺ എങ്ങനെ നോക്കിയാലും ഇത് ഒരേപോലെയാണ് കേട്ടോ, വിഷയമൊന്നുമില്ല. പക്ഷേ ആ വർഷങ്ങളിലെ റിട്ടേൺ മാറ്റം ഉണ്ടാവും. 2011 നെഗറ്റീവ് റിട്ടേൺ ആണ് 27%, 2012 35% റിട്ടേൺ തന്നു, 2013 11%, 11.5%, 2014 55%. അത് കഴിഞ്ഞ് 6.8, 3.2, പിന്നെ 47%. 2017 15% ഡൗൺ ആണ്, 2019 4.3%, 2020 17.8%, 2021 30%, 30.5, പിന്നെ 2.7% ഡൗൺ ആണ്, 23 12%, 24 8.10%. അപ്പോൾ ഇതാണ് ഈ ഒരു ഇൻഡെക്സിൻ്റെ ഓരോ വർഷത്തെയും റിട്ടേൺ. 5 ഇയർ CAGR എന്ന് പറയുന്നത് 21.7%, 10 ഇയർ 12.7%. കാരണം അവിടെ സിവിയർ ക്രാഷസ് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കിയെന്ന് പറയണം കേട്ടോ, താഴെ കമൻറ്റ് ചെയ്യണം. കാരണം ഞാനിങ്ങനെ ഡെയിലി ഇങ്ങനെ പഠിക്കാൻ ഓരോ സംഭവങ്ങളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് നമ്മൾ ഈ ഫണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ കാര്യം നമ്മൾ വീഡിയോയിൽ വിശദമായിട്ട് എടുത്തിട്ട് കേട്ടോ. ഏതാണ്ട് കാര്യം മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. താഴേക്ക് പോകുമ്പോൾ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്യാതിരിക്കുന്നവർ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. നിഫ്റ്റീനെ കഴിഞ്ഞ് വോളറ്റൈലാണ് ഈ ഫണ്ട്, അതായത് നിഫ്റ്റി 50 കഴിഞ്ഞ് വോളറ്റൈലാണ് ഈ ഫണ്ട്. അതുപോലെ റിട്ടേണും ഈ ഫണ്ടാണ് കൂടുതൽ തന്നിരിക്കുന്നത്. പക്ഷേ ഒന്നുമില്ല, ഇപ്പോൾ ഒറ്റ പ്രാവശ്യം ഇൻവെസ്റ്റ് ചെയ്താലും അങ്ങനെ തന്നെ ആയിരിക്കും, ഈ ഫണ്ടായിരിക്കും കൂടുതൽ റിട്ടേൺ തരിക. പക്ഷേ താഴേക്ക് പോകുമ്പോൾ താഴെ ലെവലിൽ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റിയാൽ ഭീകര റിട്ടേൺ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അങ്ങനെയുള്ളവർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നോക്കാം. ഒന്ന്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അസറ്റ് പ്ലസിൽ അക്കൗണ്ട് ഉള്ളവർക്ക് എല്ലാവർക്കും ഇമെയിൽ അയച്ചിട്ടുണ്ട്. ആ ഇമെയിലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. രണ്ടാമത്തെ, നിങ്ങളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ അസറ്റ് പ്ലസിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ തുറന്നിട്ടുണ്ട്. ഇവിടെ ന്യൂ ഫണ്ട് ഓഫേഴ്സ് എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, ഇവിടെ നോക്കുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഞാനൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് കാണാൻ പറ്റും ബജാജ് ഫിൻസേർവ് നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്. അതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റും ബജാജ് ഫിൻസേർവ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട്. ഇതാണ് നമ്മുടെ ഫണ്ട്. ഇത് നിഫ്റ്റി 50 ആണ് മുകളിലത്തേത്, ഇത് നെക്സ്റ്റ് 50 ആണ്. രണ്ടും നല്ലതാണ്. ഇതിലേതാണ് നമുക്ക് കൂടുതൽ റിട്ടേണും കൂടുതൽ റിസ്ക്കും ഉള്ളത്? രണ്ടാമത്തേതാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ഫണ്ട് ഏതാണ്? രണ്ടാമത്തേതാണ്, ആദ്യത്തെ അല്ല. ആദ്യത്തെ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, ആദ്യത്തെ ചെയ്യാൻ നിങ്ങൾക്ക്. പക്ഷേ കുറച്ചും കൂടെ റിസ്ക് എടുക്കുന്നവർക്ക്, ഇനി ഹൈ റിസ്ക് സാധനമൊക്കെ വരുന്നുണ്ട്, ഇതിൻ്റെ പുറകെ വരാം. അപ്പോൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കുന്നവർക്ക് ബജാജ് ഫിൻസേർവ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുന്നു. 3 ഓപ്ഷൻസ് നമുക്ക് കാണിക്കുന്നുണ്ട്. ഗ്രോത്ത് ഉണ്ട്, IDCW ഉണ്ട്, IDCW റീഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊന്നും വേണ്ട, നമുക്ക് ഗ്രോത്ത് മാത്രം മതി. നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന പ്ലാൻ എന്ന് പറയുന്നത് ഈ ഗ്രോത്ത് ഫണ്ടാണ്. കൂടുതൽ എമൗണ്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഡിവിഡൻഡ് എന്ന രീതിയിൽ പൈസ മന്ത്ലിയോ ക്വാർട്ടർലിയോ ഒക്കെ ബാങ്കിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഗ്രോത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിന്നീട് വലിയ ഫണ്ട് അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ SWP ചെയ്താൽ മതി, സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അതിൽ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ലംസം ആണെങ്കിലും SIP ആണെങ്കിലും 500 രൂപയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ വൺ ടൈം ഓർ SIP എന്ത് വേണമെങ്കിലും ചെയ്യാം, നോ ഇഷ്യൂ. ഞാനിവിടെ വൺ ടൈം ഒരു 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. നേരെ ഇൻവെസ്റ്റ് നൗ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ മതി. UPIയിലേക്ക് പോകും, അവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പേ നൗ കൊടുത്തു, ഒരു OTP വരും, ആ OTP എൻ്റർ ചെയ്യുക. OTP വന്നു കഴിഞ്ഞു. ഇമെയിലിലേക്കും എന്തൊക്കെയോ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മുടെ UPIയിലേക്ക് പോയാൽ മതി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്കാണ് നമ്മൾ പൈസ കൊടുക്കുന്നത് കേട്ടോ, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. PSC എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഫേമാണല്ലോ. ഇത് ഈ ഗൂഗിൾ പേ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുമ്പോൾ വർക്കാവില്ല, അതുകൊണ്ട് ഞാൻ ഒന്ന് ഓഫാക്കുകയാണ് സ്ക്രീൻ റെക്കോർഡ്. അതിനുശേഷം പേയ്മെൻറ്റ് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, കാരണം അത് വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ്. കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം. അത് കറക്റ്റ് ആ സ്ക്രീൻ റെക്കോർഡ് വരുമ്പോഴത്തേനും ഈ സംഭവമായി. ഓക്കെ, പക്ഷേ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അതിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ 5000 രൂപ നമ്മൾ UPI വഴി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഒരു മെസ്സേജ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അക്കൗണ്ടിൽ ഇങ്ങനെ കാണിക്കും കേട്ടോ. അതങ്ങനെയാണ്. ഓക്കെ, ഇപ്പോൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ നമുക്കിവിടെ
ഓർഡറിൽ പോയാൽ കിട്ടും. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഇത് ഇനി 6 ദിവസം കൂടി NFO അവൈലബിൾ ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ഡിമാറ്റിലേക്ക് വരുള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇപ്പോഴേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പർച്ചേസ് വർത്ത് ₹7,500 അണ്ടർ പ്രോസസ്സ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടില്ലേ, ബജാജ് ഫിൻസർവ് നിഫ്റ്റി നെക്സ്റ്റ് 50 ഇൻഡെക്സ് ഫണ്ട് ഗ്രോത്ത് 5000 രൂപ നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേയ്മെൻറ്റ് സക്സസ്ഫുൾ, ഓർഡർ ഈസ് അണ്ടർ പ്രോസസ്സ്. ഇത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലാനാണ്. ഡെയിലി 100 രൂപ വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമുക്ക്. ഇത് വേറെ ഇതൊക്കെ SIP ആണ്, ഡെയിലി SIP ആണ് കേട്ടോ. 200 രൂപ ഡെയിലി, 200 രൂപ 100 രൂപ. ഈ 100ഒക്കെ ഞാൻ പറയുന്നത് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞത്. ഗോൾഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മ്യൂച്വൽ ഫണ്ട് ഡെയിലി ഒരു 100-200 രൂപ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഫണ്ട് NFO മറക്കണ്ട. നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് പ്ലാറ്റ്ഫോമാണ് ഉപയോഗിക്കുന്നത് അവിടെ അവൈലബിൾ ആയിരിക്കും ഈ NFO. അപ്പോൾ വ്യക്തമായി മനസ്സിലായല്ലോ, അങ്ങനെയേ ചെയ്യാവുള്ളൂ, ഒരുപാട് ചെയ്യരുത്. ഞാനിങ്ങനെ പല മണ്ടത്തരങ്ങളും പണ്ട് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക്. കാരണം ഇതൊന്നും നമുക്ക് മറ്റാരും അങ്ങനെ പറഞ്ഞു തരാനില്ല. ഇതിപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജറോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എല്ലാവരും ക്ലിയറായിട്ട് പറഞ്ഞു തരണമെന്നില്ല. ചിലവർ കൂടുതൽ പൈസ, ഇപ്പം നിങ്ങൾ എത്ര കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു അത് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഞാനൊരിക്കലും അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. ഞാൻ കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഡിവൈഡ് ചെയ്തിടാമെന്നോ അല്ലെങ്കിൽ റിസ്ക് കുറഞ്ഞ ഫണ്ടുകൾ ഇട്ടിട്ട് അതിൽ നിന്ന് പിന്നീട് മാറ്റാമെന്നോ ആണ് പറയാറ്. എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല. ഇപ്പം നിങ്ങൾ പറയാം എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്, അപ്പോൾ എന്താ ഈ NFO ഇത് നല്ലതാണ്, നല്ല ഫണ്ടാണ്, ഇതിലേക്ക് ആ 10 കിട്ടുമോ സാറേ എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടാവാം. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഞാൻ വേറെ എവിടെയും കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല. പണ്ടൊന്നും നമ്മളെ സഹായിക്കാൻ പോലും ആരും ഇല്ലായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക. നിങ്ങൾ നിങ്ങളുടേതായ സ്റ്റഡികൾ കൂടി നടത്തുക. മാക്സിമം എൻ്റെ ഒരു എഫേർട്ട് എടുത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇനി ഒരു ചെറിയ കാര്യങ്ങൾ കൂടി വേണമെങ്കിൽ ഒരു കാര്യം കൂടി നോക്കാം. ഇനി ഒരു ചെറിയ കാൽക്കുലേറ്റർ വരുമ്പോൾ അതിന് വേറെ ഒരു വീഡിയോ ചെയ്യലിപ്പോൾ നടക്കുകയില്ല. ഇപ്പോൾ 500 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്കും എത്ര രൂപ റിട്ടേൺ കിട്ടും, അല്ലെങ്കിൽ ഒരു കോടി ആവാൻ എത്ര നാൾ പിടിക്കുമെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലോ? ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ഇതൊക്കെ ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച ടോപ്പിക്കാണ്. 500 രൂപ ചെയ്താൽ നമുക്കറിയാം അത് താരതമ്യേന ഒരുപാട് നാൾ പിടിക്കും അല്ലേ? അപ്പോൾ ഞാനിവിടെ 500 എന്ന് ടൈപ്പ് ചെയ്തു. റിട്ടേൺ നമുക്കൊരു 12% കൂട്ടിയാൽ മതി. അപ്പോൾ ഈ സാധനത്തെ നമുക്ക് ഡബിളെങ്കിലും ആക്കണം, അതാണ് നമ്മുടെ ലക്ഷ്യം. തൽക്കാലം 12 ഇരിക്കട്ടെ. ഇവിടെ ഒരു ടോപ്പപ്പ് പ്ലാൻ ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 20% എന്ന ടോപ്പപ്പ് പ്ലാൻ കാണാൻ പറ്റും. എല്ലാ 6 മാസം കൂടുമ്പോഴുമാണ് ഈ ടോപ്പപ്പ് പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രീമിയത്തിൽ ടോപ്പപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 1 കോടി ആവാനായിട്ട് 500 രൂപയാണ് SIP. അപ്പോൾ 1 കോടി ആകാനായിട്ട് നമുക്ക് നോക്കാം എത്ര നാൾ പിടിക്കും എന്നുള്ളത്. 1 കോടിയായി. മെച്യൂരിറ്റി വാല്യൂ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 കോടിയുടെ മുകളിലുണ്ട്. എത്ര നാൾ പിടിച്ചു? ഇയർ നോക്കിയാൽ 17 വർഷം. 17 വർഷം പിടിച്ചു. പക്ഷേ 6 മാസം കൂടുമ്പോൾ 20% ടോപ്പപ്പ് ചെയ്തിട്ടാണ് അത്. എന്നാൽ 1 വർഷം കൂടുമ്പോഴാണ് 20% ടോപ്പപ്പ് ചെയ്യുന്നതെങ്കിൽ, കാരണം ഇത് 500 രൂപ കൊണ്ടാണ് ഞാൻ ഈ ടോപ്പപ്പ് പറഞ്ഞത്, അത് കൂട്ടുന്ന ഏറ്റവും നന്നായിരിക്കും. ഇപ്പോൾ 1 വർഷം കൂടുമ്പോഴാണ് നമ്മൾ 20% ടോപ്പപ്പ് ചെയ്യുന്നതെങ്കിൽ ഇത് 1 കോടി ആവാനായിട്ട് ഇപ്പോൾ ആയല്ലേ, സോറി ഈ ടോപ്പപ്പിൻ്റെ ഇത് മാറിപ്പോയതാണ്. 20 തന്നെ അവിടെ വെക്കട്ടെ, ഇയറാണ്. ഓക്കെ, ഇയർ 1 കോടി ആവാനായിട്ട് ഒരുപാട് നാൾ പിടിക്കും. ഓക്കെ, 1/20/98, 1/20 തന്നെ ആയിക്കോട്ടെ. 1 കോടി 20 ലക്ഷം രൂപ. എത്ര വർഷമാണ്? 28 വർഷം. ഓക്കെ, 28 വർഷം കൊണ്ടാവും. 500 രൂപയാണ് SIP. അപ്പോൾ 28 വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിനെ കഴിഞ്ഞ് എത്രയോ കൂടുതലായിരിക്കും നമുക്കിവിടെ കിട്ടുക. 12% വെച്ചിട്ടാണ് കേട്ടോ. ഇനി ടോപ്പപ്പ് ചെയ്യുന്നില്ല, നമ്മൾ ടോപ്പപ്പ് ചെയ്യുന്നില്ല, 0 ആക്കി, ടോപ്പപ്പ് 0 ആക്കി. ടോപ്പപ്പ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഇത് 1 കോടി ആവാനായിട്ട് 30 വർഷം വരെ ഈ കാൽക്കുലേറ്റർ ഇപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ നടക്കുകയില്ല, ഉടനെ നടക്കുകയില്ല. 30 വർഷം വരെ നമുക്ക് നോക്കിയാൽ മതിയല്ലോ. അപ്പം നടക്കുകയില്ല. അപ്പോൾ ടോപ്പപ്പ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ 500 രൂപ SIP നടക്കുള്ളൂ, 1 കോടിയൊക്കെ. ഇനി നമുക്ക് ഇവിടെ വേറെ ഒരു സാധനം കൂട്ടാൻ സാധിക്കും. അതായത് റിട്ടേൺ ഒരു 20% ആയാലോ നോക്കാം. നമ്മൾ പല കാര്യങ്ങൾ ഡൗണിലൊക്കെ പോകുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് റിട്ടേൺ കൂടുതൽ കിട്ടുള്ളൂ. റിട്ടേൺ 20% ആയാലോ ഓക്കെ, 1 കോടിയുടെ മുകളിൽ പോയി 30 വർഷം കൊണ്ട്. ടോപ്പപ്പും ഇല്ല, ഒന്നുമില്ല, ടോപ്പപ്പ് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. 1 കോടിയുടെ മുകളിൽ പോയി റിട്ടേൺ കൂടുതലായി, 20%. അതാണ് നമ്മൾ ഈ താഴ്ന്ന ലെവലുകളിൽ NAV കുറഞ്ഞ് കിട്ടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് നോക്ക്, 1,80,000. 2 ലക്ഷം പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. മെച്യൂരിറ്റി വാല്യൂ എത്രയാണ്? 1,17,00,000 രൂപ. നമ്മുടെ ലാഭം എത്രയാണ്? 1,15,00,000 രൂപ. മനസ്സിലായില്ലേ? അതാണ് ഇതിൻ്റെ ഈ SIPൻ്റെ ഒക്കെ
ഒരു മാജിക്ക് വെറും 500 രൂപയാണ്. അപ്പോൾ നമുക്കൊരു 5000, 10000, 50000 ഒക്കെ ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ചെയ്യാമല്ലോ. ഇപ്പോൾ ഒരു 5000 ചെയ്യുന്ന ഒരാൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ. 12 കോടി അല്ല 11 കോടി, 11.68 കോടിയാണ് അദ്ദേഹത്തിന് കിട്ടുക. 5000 രൂപ വെച്ചിട്ട് ഈ 20% റിട്ടേൺ ഉണ്ട് എങ്കിൽ നമുക്ക് 12 വെച്ച് കൂട്ടിയാൽ മതി. എന്നാൽ പോലും 1.25 കോടിയായി. അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഹൈലി വോളറ്റൈലാണ്. അപ്പോൾ താഴ്ന്ന ലെവലുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് എപ്പോൾ വേണമെങ്കിലും ചെയ്തോളൂ, താഴ്ന്ന ലെവലുകളിൽ കൂടി കൂടുതൽ എമൗണ്ട്, ഇപ്പം അങ്ങനെ കൂടുതൽ ഇടാനില്ലെങ്കിൽ പോട്ടെ, SIP നിർത്താതിരുന്നാൽ മതി. ആ സമയത്ത് SIP നിർത്തിപ്പോയവരെ എനിക്കറിയാം. അവർ പിന്നീട് തിരിച്ച് വരുന്നതും കണ്ടിട്ടില്ല. അവർ തിരിച്ച് വന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ പ്രോഫിറ്റിലായിരുന്നു. അപ്പോൾ SIP കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മാർക്കറ്റ് താഴ്ന്നു എന്ന് കരുതിയിട്ട് അത് നിർത്താതിരിക്കുക കേട്ടോ. മറിച്ച് അത് അവസരമായിട്ട് കണക്കാക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഒരുപാട് ഇൻഫോർമേഷൻസ് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളിലേക്ക് പകർന്നു തരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പലർക്കും വീഡിയോ ലെങ്തിയാണ്, ബോറാണ്, അങ്ങനെ ആയിരിക്കാം. സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ലഹരിയാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ ഒരു മടുപ്പുമില്ല. ഞാൻ ഇനിയും കുറേ കാര്യങ്ങൾ പറയും, അതിനും എനിക്കൊരു മടുപ്പുമില്ല. പക്ഷേ കേൾക്കുന്ന എല്ലാവർക്കും ആ ഒരു രസം ഉണ്ടാവണമെന്നില്ല. ആ രസമുള്ളവർ ഒരു ഇൻവെസ്റ്റർ ആയിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.